നേരത്തെ കെ മധു പറഞ്ഞൊരു കാര്യം ഇന്ത്യ ടുഡേ വീണ്ടും പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ ഹാസ് എഡ്ജ് ഓവർ ശശി തരൂർ ഇൻ തിരുവനന്തപുരം എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇത് സംസ്ഥാനങ്ങളിലെ ഓരോ സംസ്ഥാനങ്ങൾ തിരിച്ച് അവർ പ്രൊജക്ഷൻ സീറ്റ്, അതായത് വോട്ട് പെർസെൻറ്റേജിന് മാത്രം അടിസ്ഥാനത്തിൽ സീറ്റ് പ്രൊജക്ഷൻ നടത്തുകയല്ല, മണ്ഡലം തിരിച്ച് അവർ കണക്കെടുത്തിട്ടുണ്ട് എന്നുള്ളതും വേണം മനസ്സിലാക്കാൻ. യെസ്, ആ കണക്കനുസരിച്ചിട്ടാണ് തൃശ്ശൂരിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും BJP കേരളത്തിൽ മുമ്പിൽ നിൽക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷം വോട്ടിന് അട്ടിമറിച്ച് രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ എഡ്ജ് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ചലനം തിരുവനന്തപുരത്തുണ്ടോ? എനിക്ക് അറിയില്ല, തോന്നുന്നില്ല. ഒരു 20,000 വോട്ടിനാണെങ്കിലും ശശി തരൂർ ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമില്ലേ തിരുവനന്തപുരത്ത്? അല്ലേ, ഇലക്ഷൻ അല്ലേ, ഇപ്പം എന്ത് സംഭവിക്കാം. എന്തായാലും പ്രദീപ് ഗുപ്തയുടെ കണക്കാണ് ഞാൻ പറഞ്ഞല്ലോ. ജനങ്ങളുടെ കണക്ക് അറിയണമെങ്കിൽ നമ്മൾ 4-ാം തീയതി വരെ കാത്തിരിക്കണം. ഇതിപ്പോൾ ഇന്ത്യ ടുഡേയുടെ കണക്ക് ഇപ്പോൾ സ്ക്രീനിൽ വന്നത് ഇവിടെ മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ വലിയ പരാജയം കോൺഗ്രസിനെ ഉറ്റുനോക്കുന്നു. അതായത് അവർക്ക് രാജസ്ഥാൻ തിരിച്ച് ഒരു നല്ല രീതിയിൽ പിടിക്കാൻ കഴിഞ്ഞാൽ 7 സീറ്റ് വരെ പിടിക്കാൻ കഴിഞ്ഞാലും മധ്യപ്രദേശിലൊന്നുമില്ല. മധ്യപ്രദേശ് നോക്കൂ, ഈ സിന്ദ്വാര വരെ BJPയുടെ കാൽക്കൽ കൊണ്ടുവച്ചിരിക്കുന്ന കമൽനാഥിനെ കോൺഗ്രസ് പട്ടും വളയും നൽകി ആദരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചിന്തോടയിൽ നകുൽനാഥിന്റെ ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ് ആയിരുന്നു വികാസ് സാഹു. ആ സാഹുവിനെയാണ് ഇപ്രാവശ്യം BJP അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അത് അപ്രതീക്ഷിതമായി. തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പ് സന്നാഹ യോഗങ്ങളിലൊക്കെ നാദിനൊപ്പം പോയ സാഹു പെട്ടെന്നൊരു നാൾ BJP സ്ഥാനാർത്ഥിയായി വരുന്നതാണ് കണ്ടത്. അതിനപ്പുറത്ത് മധ്യപ്രദേശിന്റെ അവസ്ഥയുമായി ഒരു കാരണവശാലും ചേർത്ത് വെക്കാവുന്ന ഒരു മണ്ഡലമേ അല്ല ചിന്ദ്വാഡ. വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റ് ഇൻഡെക്സുകളുടെ കാര്യത്തിലാണെങ്കിൽ വളരെ മുന്നിൽ നിൽക്കുന്നൊരു സ്ഥലമാണത്. പക്ഷേ അവിടെ BJP മധ്യപ്രദേശിലുടനീളം കോൺഗ്രസ് അടിത്തറ പൂർണ്ണമായും കുളം തോണ്ടിക്കഴിഞ്ഞ ഘട്ടത്തിൽ 50,000 വോട്ടിന് ചിന്ദ്വാഡയിൽ നകുൽനാഥ് തോക്കുമെന്നാണ് പ്രദീപ് ഗുപ്തയുടെ അവകാശവാദം. മധ്യപ്രദേശിനെ സംബന്ധിക്കുന്ന കണക്കുകളാണ് പ്രേക്ഷകരുടെ സ്ക്രീനിൽ. 28 മുതൽ 29 വരെ, അതായത് കഴിഞ്ഞ തവണത്തെ അതേ സംഖ്യ. കഴിഞ്ഞ തവണ 28 ആയിരുന്നു. ഒരു സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നു ചിന്ദ്വാഡ. ഉള്ള സീറ്റ് കൂടി പോവാം, ചിലപ്പോൾ നിലനിർത്താം. എന്തായാലും 28 മുതൽ 29 വരെ സീറ്റുകൾ മധ്യപ്രദേശിൽ സമ്പൂർണ്ണ BJP വിജയം.